ജാതകപ്രകാരം അർച്ചനയും സച്ചിയും മുഹൂർത്തത്തിന് മുമ്പ് നേരിൽ കാണാൻ പാടില്ലെന്നായിരുന്നല്ലോ. ഇന്നലെ ഒരുമിച്ച് രണ്ടാളും കൂടി സംസാരിച്ചപ്പോ ഇതുവരെ മിണ്ടാതിരുന്നതിന്റെ മുഴുവൻ കേടും തീർത്തു. രാത്രി രണ്ടാളും കൂടെ കഥ പറഞ്ഞ് കൊടുത്തുവിട്ട പാല് പോലും കുടിക്കാതെ സംസാരിച്ചിരിക്കുകയായിരുന്നു. സത്യം അറിയാതെ എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ കഴിയുന്നത് കാണുമ്പോൾ നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നാം. മനസ്സുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയെ ജീവന് തുല്യം സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവനുമാണ് ഞാൻ. എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ തന്നെ കഴിയുമെന്നറിയില്ല. തന്നെ ഒരിക്കലും എൻ്റെ ഭാര്യയായി കാണാൻ എനിക്ക് കഴിയില്ല. അധികം നാൾ തനിക്കിവിടെ കഴിയേണ്ടി വരില്ല. അതിനു മുമ്പ് നമുക്ക് ഡിവോഴ്സ് വാങ്ങിക്കാം. മോളെ 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 കണ്ണു തുറക്ക മോളെ. എന്തു പറ്റി മോളെ? എനിക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അമ്മ. ആകെ ശ്വാസം മുട്ടല് പോലെ. പുതിയ വീടും ആൾക്കാരും ഒക്കെ ആയതുകൊണ്ട് മോക്ക് തോന്നുന്നതാ. അമ്മയും ഇങ്ങനെയൊക്കെ തന്നെ സങ്കടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ മാറും. ആകെ പേടി തോന്നാം അമ്മ. വലിയ വീടും സൗകര്യങ്ങളും ഒക്കെ കാണുമ്പോ എന്താ ചെയ്യേണ്ടത്, ആരോട് എന്താ പറയേണ്ടത്, ചോദിക്കേണ്ടത് ഒന്നും അറിയുന്നില്ല. ഒരു തരം ഒറ്റപ്പെടല്. മോളെ, അവരെത്ര സ്നേഹത്തോടെയാ മോളെ കാണുന്നത്. അതുപോലെ തന്നെ മോളും തിരിച്ച് സ്നേഹിച്ചാ മതി. നിനക്കിവിടെ എല്ലാത്തിനും സച്ചിയില്ലേ? നിന്റെ ഭർത്താവല്ലേ? അല്ലമ്മ, ഒരിക്കലും അല്ല. ഇതുവരെ അയാൾ എന്നെ ഭാര്യയായി കണ്ടിട്ടില്ല. നിങ്ങൾക്ക് എന്തറിയാം? ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ച് വെറുതെ മോളെ മറ്റുള്ളവരെ കൂടെ വിഷമിപ്പിക്കണ്ട. നിന്റെ ആശങ്കയും സങ്കടങ്ങളും ഒക്കെ മാറും. മോളുടെ ജീവിതം തുടങ്ങുന്നല്ലേ ഉള്ളൂ. സ്വന്തം കാര്യങ്ങളെക്കാളുപരി ഭർത്താവിന്റെയും വീട്ടുകാരുടെയൊക്കെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് മോളിവിടെ അർച്ചന, 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 മോളെ, മോളെ. മോളെ ചേച്ചി, മോളെ, മോളെ ചേച്ചി, മോളെ, അർച്ചന. എന്തു പറ്റി? എന്താ പറ്റി? മോളെ എണീക്ക്, എഴുന്നേക്ക് മോളെ. പതുക്കെ മോളെ. എന്താ പറ്റിയ മോളെ? ഇന്നലെ ഉറക്കമൊഴിഞ്ഞിരുന്ന് കഥ പറഞ്ഞതുകൊണ്ട് ക്ഷീണിച്ചതാവും. മതിയോ? സച്ചി, അർച്ചന മുറിയിലേക്ക് കൊണ്ടുപോ. നല്ലപോലെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. സച്ചിയുടെ കുഴപ്പമില്ല, ഞാൻ കൊണ്ടാക്കിക്കോളാം. വാ. സൂക്ഷിച്ച്. പേടിക്കണ്ട.
ആന്റിക്ക് എന്താ പറ്റിയേ? പനിയാണോ? ഞാൻ നോക്കട്ടെ. ചൂടില്ലല്ലോ. മോളെ നീ ഇങ്ങ് വന്നേ, ആന്റിയെ ശല്യപ്പെടുത്തണ്ട. വാ നമുക്ക് അപ്പുറത്ത് പോവാം. ആതിരെ ഞങ്ങളിപ്പോ വരാം. ഏട്ടത്ത് കിടന്നോ? ആന്റിക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം. മോള് വാ. ചേച്ചി മയങ്ങി വീണത് തന്നെയാണോ, അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചിക്ക്? ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നതാ. ഒന്നുമില്ലാതെ ഒരു ക്ഷീണം തോന്നിയതാ. ഞാൻ ഓപ്പണായിട്ട് ചോദിക്കുക, സച്ചേട്ടനും ചേച്ചിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? എന്തൊക്കെയോ ചില അകൽച്ച പോലെയോ ഇഷ്ടമില്ലായ്മ പോലെയോ ഒക്കെ എനിക്ക് തോന്നുന്നു. അത് നിന്റെ തോന്നലാ? ആയിരിക്കാം. സച്ചേട്ടനെ തെളിഞ്ഞ മുഖത്തോടെ കണ്ടതേയില്ല. എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോലെ തോന്നുന്നു. സച്ചേട്ടൻ സാധാരണ അങ്ങനെയാ. എന്നാലും സ്വന്തം ഭാര്യ ബോധം കെട്ട് നിലത്ത് വീണ ഒരു വെപ്രാളം കാണില്ലേ? താങ്ങിയെടുത്തിരുത്താനോ ശുശ്രൂഷിക്കാനോ തോന്നില്ലേ? അതൊക്കെ ആരെങ്കിലും പറയണോ? അത് പോട്ടെ, ഒരു സെൽഫി എടുക്കുമ്പോ ഭാര്യ ഒന്ന് ചേർത്ത് പിടിക്കില്ലേ? ആരെങ്കിലും കൈ പിടിച്ച് പിടിപ്പിക്കണോ? സത്യത്തില് ചേച്ചിയും സച്ചേട്ടനെ കാണുമ്പോ നിങ്ങൾ രണ്ടാളും എന്തൊക്കെയോ ഒളിക്കുന്ന പോലെയോ മറയ്ക്കുന്ന പോലെയോ ഒക്കെ എനിക്ക് തോന്നുന്നത്. നീ ഇതെന്തൊക്കെയാ ആദ്യം പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. എന്റെ പ്രശ്നോ ഇത്രയും വലിയ കമ്പനിയുടെ MD അല്ലേ, അതിന്റെ ഒരു അത് കൊള്ളാം. ഏത് കൊമ്പത്തെ രാജാവായാലും ചേച്ചിയുടെ ഭർത്താവല്ലേ? നിന്നെയും ഇങ്ങനൊരു വീട്ടിൽ കെട്ടിച്ചു വിട്ടാ നിനക്ക് മനസ്സിലാവും. നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കാൻ പറയാം. എനിക്കേ ചേച്ചിയുടെ സച്ചേട്ടനെ പോലെ ഒരാളെ മതി. ഞാൻ മാറ്റിയെടുത്ത് കാണിച്ചു തരാം. പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട്. അതെന്താ? പെർഫെക്റ്റ് ആയിരിക്കണം, എന്നെ മാത്രം സ്നേഹിക്കണം, എന്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന, എന്നോട് വാതോരാതെ സംസാരിക്കുന്ന, എന്റെ ഇഷ്ടങ്ങളെ തിരിച്ചറിയുന്ന, എന്തിനും ഇതിനും കൂടെ നിൽക്കുന്ന ഒരാള്, എന്റേത് മാത്രമായിരിക്കുന്ന ഒരാള്. ഹലോ ചേച്ചി, ഇവിടൊന്നും അല്ലല്ലോ. എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല, തലവേദനിക്കുന്ന പോലെ. കത്തി വെച്ച് ഞാൻ കൊല്ലുന്നില്ല. ചേച്ചി കുറച്ചേരം സ്വസ്ഥമായിട്ടിരുന്നോ, തലവേദനയും ക്ഷീണവും ഒക്കെ മാറും. അർച്ചനയ്ക്ക് നല്ല ക്ഷീണം കാണും. കല്യാണ ടെൻഷനില് മര്യാദയ്ക്ക് കഴിക്കാനോ കുടിക്കാനോ ഒന്നും കഴിഞ്ഞാണില്ലല്ലോ. പൊതുവെ അവൾ ആഹാരം കുറവാ കഴിക്കാറ്. വലിയ ആരോഗ്യമൊന്നും ഇല്ല. അതൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തോളാം. ഇനി മുതല് അവൾ എന്റെയും കുട്ടിയല്ലേ. അവന്തികയെ പോലെ ഏട്ടത്തെ കിട്ടിയത് അച്ഛന്റെ ഭാഗ്യവാ. സച്ചിക്ക് അർച്ചനെ പോലെ ഒരു പെൺകുട്ടിയെ വേണമെന്ന് തീരുമാനിച്ചത് ഞാനാ. കാരണം അവൻ എപ്പോഴും മീറ്റിങ്ങും യാത്രയും തിരക്കുകളൊക്കെ ആയിരിക്കും. അവനെ സ്നേഹിക്കാനും അവന്റെ കാര്യങ്ങൾ നോക്കാനും പറ്റിയ പെണ്ണാവണം അവന്റെ ഭാര്യ. അതിനൊക്കെ അച്ഛൻ മിടിക്കുക. അതുകൊണ്ടാണല്ലോ ഞാൻ തെരഞ്ഞെടുത്തത്. നെല്ലിശ്ശേരിയിലെ മരുമകളായിട്ടല്ല, എന്റെ അനുജത്തിയായിട്ടാ ഞാൻ അർച്ചനെ കാണുന്നത്. ഞാനിതൊന്ന് അർച്ചനയ്ക്ക് കൊടുത്തിട്ട് വരാം. ആ സ്പൂണൊന്ന് വെച്ചേക്കാവോ? എന്തൊരെളിമയാ. കോടീശ്വരിയായ മരുമോള്, നെല്ലിശ്ശേരിയിലെ സർവസ്വത്തിന്റെ നടത്തിപ്പുകാരി. ഇത് വല്ലതും ചെയ്യേണ്ട കാര്യമുണ്ടോ? കോടീശ്വരിയാണെന്ന് വെച്ച് ഇതൊന്നും ചെയ്തുകൂടാന്നുണ്ടോ? എന്റെ മോൾ എന്തായാലും ഇവിടെ സന്തോഷത്തോടെ വാഴ. അധികം രാജ്ഞി റാണിയും കളിക്കാതിരിക്കുന്നതാ നല്ലത്. മനസ്സ് നന്നാവണം മീരേ.
എന്റെ മനസ്സിന് ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ളവരുടെ മനസ്സ് നല്ലതാണെന്ന് നോക്കിയാൽ മതി. ഇപ്പോഴുള്ള പെൺകുട്ടികളെല്ലാം തൊട്ടവാടികളാ. എന്തെങ്കിലും നിസ്സാര കാര്യം മതി, അന്നേരം കുഴഞ്ഞു വീഴും. ശരീരത്തിന് വേണ്ട ഒന്നും കഴിക്കുന്നില്ലല്ലോ. ആ, റിസപ്ഷന്റെ ഡേറ്റ് നീ നോക്കിയായിരുന്നു സച്ചി? അതനുസരിച്ച് വേണേ ഇവരോടും പറയാൻ. അത് സാരമില്ല, ഞങ്ങളതിൽ വേണമെന്നില്ല. അതെന്താ? അത് നിങ്ങൾ തന്നെ അങ്ങ് നടത്തിയാ. അങ്ങനെ ഇപ്പൊ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട, എല്ലാവരും ഉണ്ടാവണം. കേട്ടോ നോവേ? തിരക്ക് പിടിച്ച കല്യാണം ആയതുകൊണ്ട് പലരെയും വിട്ടുപോയി. അത് മാത്രമല്ല, വിളിച്ച പലർക്കും എത്തിച്ചേരാനും പറ്റിയില്ല. അപ്പൊ ഒരു റിസപ്ഷൻ നല്ലതാ, ഗ്രാൻഡ് ആയിട്ട് തന്നെ നടത്തണം. അതൊക്കെ എല്ലാം സെറ്റാ, ഞാൻ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്നാലും സച്ചി, നിന്റെ മേൽനോട്ടം കൂടി ഉണ്ടാവണം. ആ, റിസപ്ഷൻ ഡേറ്റ് വിളിച്ചറിയിക്കാം. നേരത്തെ തന്നെ എല്ലാവരും കൃത്യമായിട്ട് വന്നേ പറ്റൂ. ചെറുക്കനും പെണ്ണും അവിടെ എത്തുന്നതിന് മുൻപ് ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. ഞങ്ങൾ ഇറങ്ങാ, ഇത്തിരി തിരക്കുണ്ട്. പോവാച്ചാ. മീരെ, നീ പോയി അമ്മയെ വിളിക്ക്. അപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ഭംഗിയായിട്ട് നടക്കട്ടെ. ശരി. ആ, ഇറങ്ങിയോ? ഞാൻ നിങ്ങളെ വിളിക്കാനായിട്ട് വരികയായിരുന്നു. സ്നേഹ, ദേ അവരിറങ്ങാ. ദേ വരുന്നു. മോള് സങ്കടപ്പെടേണ്ട. ഇവിടെ എല്ലാവർക്കും നിന്നെ അത്രക്കിഷ്ട. അമ്മയുടെ സ്ഥാനത്ത് അവന്തികയുണ്ട് മോക്ക്. അച്ഛനും അനുജത്തിയൊക്കെ ഇല്ലേ? പിന്നെ വിളിപ്പുറത്ത് ഞങ്ങളും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം. സച്ചി മാത്രമല്ല, ഞങ്ങളൊക്കെ ഉണ്ട്, മറന്നു പോവരുത്. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വരണം, അതൊരു സന്തോഷ. തിരിച്ചു ആവാം. അതിനെന്താ സംശയം? അനുബേട്ട, എന്താവശ്യമുണ്ടെങ്കിലും മോളെ വിളിക്കണം. നീ ഇങ്ങനെ കരഞ്ഞിരിക്കരുത്, തളർന്നു പോ. അനുബേട്ടന് നല്ല വിഷമമുണ്ട് അർച്ചനയെ വിട്ടു പോവാൻ. സച്ചി, കുറച്ചുകൂടെ അർച്ചനയെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിച്ചോളാം. അർച്ചനേച്ചി എങ്ങനെ കെയർ ചെയ്യണമെന്ന് ഇങ്ങനെ എല്ലാരും ഇടയ്ക്കിടയ്ക്ക് സച്ചേട്ടനെ ഓർമ്മിപ്പിക്കണ്ട. സച്ചേട്ടനിപ്പോ അർച്ചനടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളൊക്കെ. അപ്പൊ പിന്നെ യാത്രയില്ല. ഓ, അങ്ങനെയാവട്ടെ. ശരി ശരി, കാണാം. ഓക്കെ. അനുബേട്ട, എന്റെ അനിയത്തിയെ ആരുടെ കയ്യിലെ ഏൽപ്പിച്ചു പോകുന്നെന്ന് ഉത്തമ ബോധ്യമുണ്ട് എനിക്ക്. അവളുടെ വെളിപ്പുറത്ത് ഞാനുണ്ടാവും, എന്തിനും ഏതിനും. പോട്ടെ.
ഒരു താങ്ക്സ് ഉണ്ട്. എന്തിനാ? അനൂപേട്ടന്റെ ജീവനാണ് താനെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കിടയിലെ പ്രശ്നം അനൂപേട്ടനോട് താൻ പറയുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. ആ, അത് പറയാത്തേനാ ഞാൻ നന്ദി പറഞ്ഞത്. ഞാൻ പിന്നെ എന്താ പറയേണ്ടിയിരുന്നേ? അത് നമ്മള് കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തന്നെ ഡിവോഴ്സ് ആവാൻ തീരുമാനിച്ചെന്നോ? അല്ല, അതിപ്പോ അതല്ല സച്ചേട്ടാ ഞാൻ പറയേണ്ടത്. അത് ഏത് രീതി പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും അർത്ഥം മാറില്ലല്ലോ. ശരിയാണ്. അത് ഉൾക്കൊള്ളാൻ എനിക്കേ കഴിയുന്നില്ല. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ? അറിയാം. എന്നാലും ആണ്. ആ സത്യം അംഗീകരിക്കാൻ മാത്രം വിശാല ഹൃദയമൊന്നും എന്റെ സച്ചേട്ടനും ചുറ്റിനുള്ള ആൾക്കാർക്കില്ല. ഉൾക്കൊള്ളാൻ സമയമെടുക്കും. എത്ര കാലം എടുത്താലും ഉൾക്കൊള്ളാനാവില്ല സച്ചേട്ടാ. കാരണം അവരൊക്കെ അത്ര സന്തോഷത്തിലാ. എന്നുവെച്ചാ ആദ്യമായിട്ടായിരിക്കും സച്ചേട്ടാ ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിക്ക് അവരുടെ ഭർത്താവ് ആദ്യ രാത്രിയിൽ തന്നെ ഡിവോഴ്സ് ഓഫർ ചെയ്യുന്നു. അതിനുള്ള യോഗം എനിക്കായിപ്പോയി. ഞാനിതൊന്നും പറയുന്നത് സച്ചേന്റെ സന്തോഷം കെടുത്താനല്ല. എനിക്കിപ്പോ പ്രധാനം സച്ചേന്റെ സന്തോഷം തന്നെയാ. അതുകൊണ്ട് സച്ചേന് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളൂ. എനിക്ക് തന്നോട് സോറി പറയാനുള്ള യോഗ്യത പോലുമില്ല. പക്ഷേ ഇതിലും നല്ലൊരു ജീവിതത്തിലേക്ക് തന്നെ ഞാൻ എത്തിക്കും. ഒരു അപേക്ഷയുണ്ട്. ഇക്കാര്യം വേറെ ആരും അറിയരുത്. നമുക്കുള്ളിൽ നിൽക്കണം. എന്റെ അച്ഛനും സച്ചേന്റെ അച്ഛനും എനിക്ക് തുല്യോ? അവര് മാത്രമല്ല, എല്ലാവരും. ഇതെന്റെ ഉള്ളിൽ തന്നെ നെരിപ്പോട് പോലെ പുകയട്ടെ. അനുപേട്ടന് വിശക്കുന്നില്ലേ? വിശക്കുന്നില്ല. വിശക്കാത്തതിന്റെ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം. അച്ഛന്റെ കാര്യത്തിൽ അനുപേട്ടന് വലിയൊരു സംശയം ഉണ്ടായിരുന്നു. പലതവണ ഞാനത് മാറ്റാൻ ശ്രമിച്ചിട്ടും പരാജയമായിരുന്നു ഫലം. എന്നാൽ ഇന്ന് അതിന്റെ സത്യം പറയേണ്ട നാവീന്ന് തന്നെ പറയുകയും കേൾക്കേണ്ട കാതേന്ന് തന്നെ കേട്ടിട്ടും ഇനിയും ആ കാര്യത്തിൽ ആശയക്കുഴപ്പം എന്തിനാ? അവള് പറഞ്ഞത് കള്ളമായതുകൊണ്ട് തന്നെ. അല്ലെങ്കിൽ എന്റെ മുഖത്ത് നോക്കി ഒരിക്കലും അങ്ങനെ സച്ചിയെ അനുകൂലിച്ച് അവൾക്ക് സംസാരിക്കാനാവില്ല. ചിലപ്പോ എല്ലാം സഹിച്ച് അവിടെ തുടരാമെന്നാവും അവളുടെ തീരുമാനം. തെറ്റാണ് അനുപേട്ടന്റെ ആ ധാരണ. അച്ചു പറഞ്ഞത് സത്യമാവും. അച്ഛന്റെ കഴുത്തിൽ സച്ചി താലി കെട്ടിയതോടെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അവര് മറന്നു കാണും. മറക്കാത്തത് അനുപേട്ടൻ മാത്രം. അതെങ്ങനെ മറക്കും? ഇഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം അവൾ എത്ര കാലം ജീവിക്കും? അത് അവളുടെ മിടുക്ക് പോലെ ഇരിക്കും. ഇനി അഥവാ സച്ചി പഴയ കാമുകയെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ അതിനേക്കാൾ യോഗ്യത അച്ഛനുണ്ടെന്ന് സച്ചിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം അവള്.
ഈ പറയുന്ന പഴയ പ്രേമമൊക്കെ പുതിയൊരാൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുവരെ ഉള്ളൂ. അച്ഛൻ മിടുക്കിയാണെങ്കിൽ എന്തെങ്കിലും മനപ്രയാസം ഉണ്ടായാലും അവിടെ പിടിച്ചു നിൽക്കും. അതെന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു വിധിയാണ് അവളുടേതെങ്കിൽ അവൾക്ക് അവിടെ മനസ്സമാധാനമില്ലെങ്കിൽ വേറെന്തിന്? പണം. അവളുടെ തലവരയെ തന്നെ മാറ്റി എഴുതാൻ പണത്തിന് കഴിയും. ഇങ്ങനൊരു വീട്ടിൽ നിന്ന് അവൾ ഇപ്പൊ എത്തിയിരിക്കുന്നത് ഒരു കൊട്ടാരത്തിലേക്കാ. ബുദ്ധിയുള്ളവളാണെങ്കിലേ നമ്മുടെ ഈ കുടുംബം വരെ അവൾക്ക് രക്ഷപ്പെടുത്താം. പണം എന്ന രണ്ടക്ഷരത്തിന് വിധി എന്ന രണ്ടക്ഷരത്തിൽ കൂട്ടിക്കെട്ടി ജീവിതം നശിപ്പിക്കണോ അതോ പണം കൊണ്ട് വിധി മാറ്റി എഴുതിക്കണോ എന്ന് അവൾ തീരുമാനിക്കട്ടെ. അനഘേ, ചേച്ചിക്ക് രാവിലെ തന്നെ 1-2 പ്രധാനപ്പെട്ട മീറ്റിംഗുകളുണ്ട്. അച്ഛൻ ഈ ഗുളിക ഒന്ന് കൊടുക്കൂ. സോറി ചേച്ചി, ഞാനൊരു ജോലിയില്ല. നെയിൽ പോളിഷ് ഇടുന്നാണോ നിന്റെ ജോലി? ഇത് ഒരു ജോലിയല്ലേ? ഞാൻ ചേച്ചിയോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ മരുന്ന് കൊടുക്കാനും പരിചരിക്കാനും ഒക്കെ ഒരു ഹോം നേഴ്സിനെ വെക്കാൻ. എല്ലാ വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഓരോരോ ജോലികൾക്കും ഓരോരുത്തരുണ്ടാവും. ഇതൊക്കെ നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ച് ചെയ്യേണ്ടതാണോ? അപ്പോ ഇൻ കേസ് എന്തെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലോ? ചേച്ചിയുടെ ഇത് ഓവർ കമ്മിറ്റ്മെന്റാ. എനിക്കത് ഇഷ്ടമല്ല. ദേ, നിന്റെ ഈ നിലമറന്നുള്ള സംസാരവും പെരുമാറ്റവും അത്ര നല്ലതല്ല കേട്ടോ. എവിടെയാണ് നീയും ഞാനും കഴിയുന്നതെന്ന് ചിന്തിക്കണം. ഞാൻ ഇതുവരെ നിന്നോടൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇനി അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്. എടുത്തി, ഞാൻ കൊടുക്കാൻ മരുന്ന്. എടുത്തി ഓഫീസിൽ പോയി റെഡി ആയിക്കോ. ദാ വന്നല്ലോ ചേച്ചിയുടെ മാനസപുത്രി അവന്തിക ദി സെക്കൻഡ്. ഇനി എന്ത് വേണം? അതെ, മാനസപുത്രി തന്നെയാ. എന്താ സംശയം? ഒരാളുടെ മാനസപുത്രി ആവുന്നതേ അയാളുടെ പെരുമാറ്റം കൊണ്ടാ. നിനക്കതറിയില്ലല്ലോ. എനിക്കാരുടെയും മനസ്സിലും കേറണ്ട, ഹൃദയത്തിലും കേറണ്ട. ആൾക്കാരുടെ തലയിൽ കയറുന്നതാണല്ലോ നിനക്കിഷ്ടം. മോൾ ഇതൊന്നും കാര്യാക്കണ്ട. ഇവളുടെ സ്വഭാവം ഇങ്ങനാ. എന്തൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് അറിയില്ല. അനഘ വെറുതെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എടുത്തി, അച്ഛന് ഞാൻ ഈ മരുന്ന് കൊണ്ട് കൊടുക്കട്ടെ. അർച്ചന, മരുന്നൊക്കെ എങ്ങനെ കൊടുക്കണ്ടെന്ന് പറഞ്ഞുതരാം. ഇത് ഗ്ലൈസിഫേറ്റ്, ഷുഗറിനുള്ളതാ. ആഹാരത്തിന് മുൻപ് കൊടുക്കണം. ഇത് ബീറ്റ-50, പ്രഷറിനുള്ളതാ. ഇതും ആഹാരത്തിന് മുൻപ്. ബെസ്റ്റ്. ഏട്ടത്തെ പഠിപ്പിക്കുന്ന കണ്ട നഴ്സിംഗ് കഴിഞ്ഞാള് പഠിപ്പിക്കുന്ന പോലെയുണ്ട്. മരുന്നുകളുടെ പേര് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അർച്ചന ചേച്ചിക്ക് ടാബ്ലറ്റിന്റെ കളറ് പറഞ്ഞ് പഠിപ്പിക്ക്. അതെങ്കിലും ഓർമ്മയിൽ നിൽക്കും. സോറി അർച്ചന, ഞാൻ നിനക്ക് മനസ്സിലാവുന്നല്ലോ പറഞ്ഞുതരാം. ഈ സ്ട്രിപ്പുകളുടെ പുറത്ത് ഓരോ കളറും ഉണ്ടോ? ചുവപ്പ്, പച്ച എന്നൊക്കെ. രാവിലെ ഭക്ഷണത്തിന് മുമ്പ് ഈ പച്ചയിൽ നിന്ന് ഒരെണ്ണം കൊടുക്കണം. പിന്നെ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം ദാ ചുവപ്പ്, ഇതിൽ നിന്ന് ഒരെണ്ണം കൊടുക്കണം. ഇത്രയും പട്ടിക്കാട്ടുകാരിയായിരുന്നു അത്. സർക്കാർ ഫ്രീ എഡ്യൂക്കേഷൻ എന്നൊക്കെയാണല്ലോ പറയുന്നത്. പോരാത്തതിന് അച്ഛൻ മാഷും. ആ മരമണ്ടിയായിരിക്കും. അച്ഛാ, മരുന്ന്. ആഹാ, മോളിതൊക്കെ അങ്ങ് ഏറ്റെടുത്തോ? ഏട്ടത്തിക്ക് അത്യാവശ്യമായിട്ട് മീറ്റിംഗ് ഉണ്ട്, നേരത്തെ പോണെന്ന്. അവന്തിയുടെ കാര്യം എപ്പോഴും ഇങ്ങനെ തന്നെയാ. മര്യാദയ്ക്ക് ശ്വാസം വിടാൻ പോലും നേരം കിട്ടില്ല. അല്ല, ഏതൊക്കെ ഗുളികകളാണെന്ന് മോൾക്ക് അറിയാമോ? അതൊക്കെ ഏട്ടത്തി എന്നെ പഠിപ്പിച്ചു. ഇത് രണ്ടും ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ടത്. അച്ഛൻ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് പത്രവും വായിച്ചിരിക്കാതെ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യണം. ഒന്ന് നടക്കാം, അങ്ങനെയൊക്കെ. എനിക്കതിന് പറയത്തക്ക അസുഖമൊന്നും ഇല്ല മോളെ. അസുഖം ഇല്ലെന്നോ? എല്ലാം എനിക്കറിയാം. ഹാർട്ടിനുണ്ടായ പ്രശ്നങ്ങളൊക്കെ. ഒക്കെ ശരിയാ, പക്ഷെ ഇപ്പോ അതെല്ലാം തീർത്തും ഭേദമായ പോലെയാ. എങ്ങനെയാണെന്നോ, എന്റെ ഒരു ആഗ്രഹമായിരുന്നു സച്ചിയുടെ കല്യാണം.
അത് സന്തോഷത്തോടെ കഴിഞ്ഞില്ലേ? നിന്നെ പോലൊരു മരുമോളെ കിട്ടിയില്ലേ? മരുന്നിനേക്കാളും വലുതാ മോളെ മനസ്സിന്റെ സന്തോഷം. എന്നാലും ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം അച്ഛാ. നാളെ മുതൽ നടപ്പൊരു ശീലമാക്കണം. ഞാനും വരാം. എന്താ അച്ഛാ, പോയാലോ? വേണ്ട മോളെ, അതിനും മാത്രം ഒരു ആരോഗ്യം പോരാ. എന്തൊക്കെ പറഞ്ഞാലും ചില ബുദ്ധിമുട്ടുകളുണ്ട്. അച്ചുവേട്ടത്തി, ദേ സച്ചിയണ്ണ ഫോണിൽ സംസാരിക്കേ. ഹലോ സച്ചേട്ടാ. ഹലോ, നല്ലൊരു വക്കീലിനെ കേട്ടിട്ടുണ്ട്. ഞാൻ സംസാരിച്ചു. ഞാൻ ഉടനെ തന്നെ വീട്ടിലെത്തും. നീ റെഡിയായിട്ട് നിൽക്കണം.